മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. എനിക്ക് തോന്നുന്നത് ആ ഷോക്കിൽ നിന്ന് ഗ്ലോറിയുടെ മനസ്സ് ഇതുവരെ ഫ്രീ ആയിട്ടാണ്. എടോ, മനസ്സ് ശുദ്ധമായ ഒരു പാവം പെണ്ണ് ഒരു വലിയ ഷോക്ക് കിട്ടുമ്പോ ചിലപ്പോ നിശബ്ദയായി പോകും. പക്ഷേ ലോകം മുഴുവൻ തുരക്കാൻ ശേഷിയുള്ള ഇവരുടെ നാവ് അങ്ങനെ ഒന്നും ഇറങ്ങത്തില്ലടോ. അഹങ്കാരമായി ഇവള് കാണിക്കുന്നു. 1000 കേസുള്ള എനിക്ക് ഒരെണ്ണത്തിൽ തോറ്റെന്ന് വെച്ച് യാതൊരു വിഷമവുമില്ല. പക്ഷേ ഇവൾക്കങ്ങനെയല്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്. ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഗ്ലോറിക്ക് ടെൻഡർ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴും ഞാൻ ആദ്യം അന്വേഷിച്ചത് അനിരുദ്ധനെ കുറിച്ചാ. അതായിരുന്നല്ലോ തന്റെ യാത്ര പറച്ചിലിന് കാരണം. താങ്ക്സ് സർ. നാളത്തെ കോടതി ദിവസം ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലെ ആശ്വാസം. പോകണം എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചതാ. പിന്നെ തോന്നി ഗ്ലോറി ശിക്ഷിക്കപ്പെടാതിരുന്നാൽ അതെന്റെ വ്യക്തിപരമായ തോൽവി കൂടിയാണ്. സോഫി, ഒരു കാര്യം ഓർക്കണം. യാതൊരു ലാഭേച്ഛയുമില്ലാതെ കുറെ പേർ നിങ്ങളുടെ കൂടെയുണ്ട്. എഗ്രിമെന്റിന് തൊട്ടുമുമ്പ് ഗ്ലോറിയെ അറസ്റ്റ് ചെയ്താൽ എഗ്രിമെന്റ് നടക്കാതിരിക്കുമോ എന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്ന CI, അയാളുടെ സ്വന്തം പ്രശ്നത്തിൽ പോലും ഒരുപക്ഷെ അയാൾ ഇത്ര ഉത്കണ്ഠ കാണിക്കില്ലേ. പിന്നെ ബക്കർ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് അയാളാണ്. അവരുടെ എല്ലാം ടാർഗറ്റ് ഗ്ലോറിയാണ്. കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലുമൊക്കെ ഇനിയും മനസ്സിലാക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, തീരുമാനങ്ങളും. അവയിൽ എന്തെങ്കിലും ഒന്ന് ഗ്ലോറിക്ക് സഹായകരമാവുമെങ്കിൽ അവരുടെ മനസ്സ് തളരും. വേദനിപ്പിക്കരുതവരെ. ഇല്ല സർ, ഒരിക്കൽ ചെയ്ത അബദ്ധത്തിന്റെ വേദന ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇനിയൊരു അബദ്ധം കാണിക്കില്ല. അനിരുദ്ധൻ, കേസിന്റെ ഇനിയുള്ള അവസ്ഥ ഇനി അധികം നീളില്ല. എന്റെ കണക്കൂട്ടലിൽ നാളത്തോടെ വിചാരണ അവസാനിക്കും. പിന്നെ വിധി പ്രഖ്യാപനം മാത്രമേ ബാക്കിയുണ്ടാവൂ. നാളത്തെ മൊഴിയിൽ പ്രധാനം ബക്കറിന്റേതാണ്. അഡ്വക്കേറ്റ് ബലഭദ്രൻ എന്തടവ് പയറ്റിയാലും ബക്കറിന് കീഴടക്കാൻ പറ്റില്ല. അയാളുടെ മനസ്സുറപ്പിൽ എനിക്ക് വിശ്വാസമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത നീക്കങ്ങളല്ലേ അവര് നടത്തൂ. ഇതുവരെയുള്ള അനുഭവം അതാ. വിചാരണ അവസാനിച്ച് വിധിയെ കാത്തിരിക്കുമ്പോഴും പേടി തന്നെയുണ്ടാവൂ. അപ്രതീക്ഷിതമായി നാളെ എന്തെങ്കിലും. ചതുരംഗക്കളത്തിൽ ഒരാൾക്ക് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇല്ലാത്ത ഒരു കരുവയ്ക്കാനോ കളം വരയ്ക്കാനോ പറ്റില്ല. ഗ്ലോറിയും അഡ്വക്കേറ്റ് ബലഭദ്രനും ആ അവസ്ഥയിലാണ്. അതിന്റെ നടുക്കത്തിൽ തന്നെയാവും നാളെ ഗ്ലോറി കോടതിയിൽ നിൽക്കുക. അവളുടെ തോൽവി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം. ചേച്ചി, എന്താ ചേച്ചി വയ്യേ? ഇന്നലെ രാത്രി ഉറക്കം പറ്റിയിട്ടുണ്ടായില്ല. നേരം പുലർന്നെന്ന് വെച്ച് പാതിരാത്രിക്ക് അമ്പലക്കുളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങി